പൊളിറ്റിക്കൽ സയൻസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി, നേഷൻ, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? സമൂഹം. നേഷൻ എന്ന് പറയുന്നതോ രാഷ്ട്രം. ഗവൺമെൻറ് നമുക്കറിയാവുന്നതാണ് ഗവൺമെൻറ് എന്താണെന്ന്, ഭരണഘടന എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു കൂടുന്ന ഒരു കൂട്ടത്തെയാണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്. രാഷ്ട്രം എന്ന് പറയുന്നതോ സമൂഹം സമൂഹം രാഷ്ട്രത്തെക്കാളും വിശാലമാണ്. അതേസമയം രാഷ്ട്രം എന്ന് പറയുന്നതോ നേഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതുമാണ്. കാരണം ലോകം മുഴുവൻ ഒരു സമൂഹമായിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷേ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, അതിരുകളുണ്ട്. ഇപ്പം രാഷ്ട്രങ്ങൾ ചെറുതും വലുതുമായിട്ടുണ്ടാവും. പക്ഷേ സമൂഹം വിശാലമാണ്, അതിന് അതിരുകൾ വരുന്നില്ല. അപ്പം നമ്മളൊരു ഗ്രാമത്തെയാണെങ്കിൽ പോലും അതിനെ സമൂഹം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും. അതിലൊരു കൾച്ചറിലെ അല്ലെങ്കിൽ ഒരു റിലീജിയനെ ഇതിനെയൊക്കെ നമുക്ക് സമൂഹമായിട്ട് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പം മനുഷ്യജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ എന്തുണ്ടായിരുന്നു? സമൂഹം ഉണ്ടായിരുന്നു. ഇപ്പം സമൂഹം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് രൂപപ്പെടുന്ന ഒന്നാണ്. അതേസമയം രാഷ്ട്രം എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് രൂപപ്പെടുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് സമൂഹത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെ കുറിച്ചും പറയുന്നതെന്ന്. ഇവിടെ സൊസൈറ്റി എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ് സൊസൈറ്റി? സൊസൈറ്റി ഈസ് എ കൺസെപ്റ്റ് ഈസ് ബോത്ത് ഇൻ ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. It is an organization, social organization encompassing web of social relationship. അപ്പം സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ റിലേഷൻഷിപ്പാണ്. ഞാൻ പറഞ്ഞ സമൂഹങ്ങളുടെ ഒരു കൂട്ടായ്മേനെയാണ് നമ്മളുടെ സൊസൈറ്റി, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പം അതൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനെ ഒരു ഓർഗനൈസേഷനായിട്ട് കൂട്ടാം. അതുപോലെ ജനങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് സൊസൈറ്റീനെ കണക്കിലെടുക്കാവുന്നതാണ്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അസോസിയേഷൻ ആൻഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അതർ അസോസിയേഷൻ ആൻഡ് സ്റ്റേറ്റ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്, ഇങ്ങനെയുള്ള പിന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നേഷൻ, ഇങ്ങനെയുള്ള 4 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റിയാണ്. ഇവിടെ പറയുന്നത് ഏൻഷ്യൻ്റ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ഇവരൊക്കെ പറയുന്നത് എന്താണ്? അവരൊരിക്കലും ഈ പറയുന്ന സ്റ്റേറ്റിനെയും സൊസൈറ്റിനെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോയിട്ടില്ല. കാരണം അവരുടെ പക്കൽ തന്നെയുണ്ട് ഫോർ ദം പോളിസ് വാസ് ബോത്ത് ദ സിറ്റി. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം പോളിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിറ്റി എന്നാണ്. ദാറ്റ് ഈസ് ദ സൊസൈറ്റി ആൻഡ് ദ സ്റ്റേറ്റ്. അപ്പം ഗ്രീക്ക് ചിന്തകന്മാരായ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോയൊക്കെ പറയുന്നത് അവർക്ക് ഒരിക്കലും സൊസൈറ്റിയും നേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം അവരുടെ ഭാഷയിൽ പോളിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സൊസൈറ്റി സിറ്റി എന്നാണ്. ദാറ്റ് മീൻസ് ദ സൊസൈറ്റി ആൻഡ് ദ സ്റ്റേറ്റ് ആണ്. അപ്പോൾ പിന്നെ രണ്ടാമത് പോയി അതിനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൂടുതൽ പഠനങ്ങൾക്ക് അവർ കൊടുത്തിട്ടില്ല. നമുക്ക് നോക്കാം. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ സൊസൈറ്റി ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് അണ്ടർ. അത് താഴെ സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് Strictly speaking, the state is a political organization. It is society politically organized. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒന്നാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഇറ്റ് ഈസ് സൊസൈറ്റി, ഇതൊരു സൊസൈറ്റിയാണ്, അത് പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് ആണ്. സൊസൈറ്റി ഓൺ ദ അതർ ഹാൻഡ് it is a social organization and has within it all types of association. അസോസിയേഷനിൽ എന്തെല്ലാം പെടാം? സോഷ്യൽ, ഇക്കണോമിക്, റിലീജിയസ്, പൊളിറ്റിക്കൽ, കൾച്ചറൽ, ഇതെല്ലാം തന്നെ എന്തിൻ്റെ അണ്ടറിലേക്ക് വരാം? ഒരു സൊസൈറ്റിയുടെ അണ്ടറിൽ വരാവുന്നതാണ്. അപ്പോൾ സൊസൈറ്റി ഈസ് ബോത്ത് ബ്രോഡർ ആസ് വെൽ ആസ് നാരോവർ ദാൻ ദ സ്റ്റേറ്റ്. അപ്പം സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലുതുമാണ്, അതുപോലെ തന്നെ രാഷ്ട്രത്തെക്കാൾ വലുതുമാണ്. എന്നാൽ ചെറിയ ഗ്രാമത്തെ പോലും നമ്മൾ സമൂഹമായിട്ട് പരിഗണിക്കുന്നുമുണ്ട്. അപ്പം വലുതുമാണ് ചെറുതുമാണെന്ന് നമുക്ക് അതിൻ്റെ അകത്ത് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ ബ്രോഡർ വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഹോൾ കമ്മ്യൂണിറ്റി ഓഫ് മാൻകൈൻഡ്. ഇറ്റ് ഈസ് എ നാരോവർ വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സ്മോൾ വില്ലേജ് ഓർ സ്മോൾ ഗ്രൂപ്പ് ഓർ വില്ലേജ്. അപ്പം ഇവിടെ പറയുന്നത് സമൂഹം എന്ന് പറയുന്നത് എന്താണ്? സൊസൈറ്റി എന്ന് പറയുന്നത് രാഷ്ട്രത്തെക്കാൾ വിശാലമായിട്ട് കിടക്കുന്നതാണ്. അതിൻ്റെ അകത്ത് എന്തെല്ലാം വരും? സോഷ്യൽ, എക്കണോമിക്, റിലീജിയസ്, പൊളിറ്റിക്കൽ, കൾച്ചർ, ഈ പറയുന്നതെല്ലാം തന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. എന്നാൽ അതേസമയം നമുക്ക് സൊസൈറ്റി രാഷ്ട്രത്തെക്കാൾ വലുതല്ല, വലുതുമാണ്, എന്നാൽ തീരെ ചെറുതുമാണെന്ന് പറയാം. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ ഉദ്ദേശിച്ച് പറയുമ്പോൾ അത് ലോകം മുഴുവനും കിടക്കുന്നെന്ന് പറയുന്നു. അതേസമയം ഒരു വില്ലേജിനെ, ഒരു പർട്ടിക്കുലർ വില്ലേജിനെ ബേസ് ചെയ്ത് വരുമ്പം വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് നമ്മളവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരേ സമയം വലുതുമാവാം ചെറുതുമാവാം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന് അങ്ങനെ വലുതും ചെറുതും ഒരേ സമയം ആയിക്കൂടാ. അതിനൊരു സ്ട്രിക്റ്റഡ് ബൗണ്ടറീസ് ഉണ്ട്, അതിരുകളുണ്ട്. അതിനുള്ളിൽ നിന്നിട്ട് വേണം അവർക്ക് പ്രവർത്തിക്കാനും. Second point, in terms of origin, society is prior to the state. Society may be said to have been born the day the human life must have begun. ഇവിടെ എന്താ പറയുന്നത്? സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? സൊസൈറ്റി ഈസ് പ്രയർ ടു ദ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റൊക്കെ, രാഷ്ട്രമൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പേ സൊസൈറ്റി ഉണ്ടായിരുന്നു. Society may be said to have been born the day of human life must have begun. മനുഷ്യരെ ജീവിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. അപ്പോൾ തൊട്ടവിടെ സൊസൈറ്റി ഉണ്ട്. ബട്ട് ദ സ്റ്റേറ്റ് ഡിഡ് നോട്ട് ബിഗിൻ വിത്ത് ദ സൊസൈറ്റി. പക്ഷേ സ്റ്റേറ്റ് ഒരിക്കലും സൊസൈറ്റിയുടെ ഒപ്പം വന്നതല്ല. ഇറ്റ് മസ്റ്റ് ഹാവ് സ്റ്റാർട്ടഡ് അറ്റ് എ ലേറ്റർ സ്റ്റേജ് ഓഫ് ദ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ബീങ്സ് ആർ സോഷ്യൽ ബീങ് ഫസ്റ്റ് ആൻഡ് ദെൻ പൊളിറ്റിക്കൽ ബീങ്സ്. ഇവിടെ എന്താ പറയുന്നത്? സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ലൈഫ് തുടങ്ങിയപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അതേസമയം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് അതൊരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ആയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്ത ഒന്നാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീങ്സ് ആർ സോഷ്യൽ ബീങ് ഫസ്റ്റ് ആൻഡ് ദെൻ പൊളിറ്റിക്കൽ ബീങ്സ്. ഹ്യൂമൻ ബീങ്സ് ആദ്യം എന്താണ്? മനുഷ്യരെ ആദ്യം എന്തായിട്ടാണ് പരിഗണിക്കുന്നത്? അവരൊരു സൊസൈറ്റിയിൽപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് പരിഗണിക്കുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റാണ് അയാൾ പൊളിറ്റിക്കൽ ബീയിങ് ആണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നത്. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, ബീയിങ് പ്രയർ ടു ദ സ്റ്റേറ്റ്, സൊസൈറ്റി ഈസ് ക്ലിയർലി നാച്ചുറൽ ആൻഡ് ദെയർഫോർ ആസ് ഇൻസ്റ്റിൻറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ദ സ്റ്റേറ്റ് ഓൺ ദ അതർ ഹാൻഡ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ, എ ക്രിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. It was made when it was needed. എന്താണ് പറയുന്നത്? സൊസൈറ്റി എന്ന് പറഞ്ഞാൽ, സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്, സൊസൈറ്റി ബീയിങ് പ്രയർ ടു ദ സ്റ്റേറ്റ് വന്നിട്ട് മതി കേട്ടോ. സൊസൈറ്റി ഈസ് ക്ലിയർലി എ നാച്ചുറൽ. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സമൂഹത്തിൻ്റെ അംഗമായി തീരുവാണ്. അപ്പോൾ അവിടെ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ് ആസ് ഇൻസ്റ്റിൻറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങ് സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു വരുന്ന ഒന്നാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതേസമയം രാഷ്ട്രം എന്ന് പറയുന്നതോ, ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ, എ ക്രിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് മെയ്ഡ് വെൻ ഇറ്റ് വാസ് നീഡഡ്. അത് ഒരു മനുഷ്യൻ നിയമങ്ങൾ ഉണ്ടാക്കുന്ന, അവന് അത്യാവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കാം. വീട്ടിലാണെങ്കിലും നമുക്കറിയാം, എന്തെങ്കിലും
അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പം മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനും അമ്മയും പറയുന്ന പോലെ അനുസരിക്കാതിരിക്കുക, അല്ലെങ്കിൽ പഠനത്തിൽ പുറകോട്ട് പോവുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ചിലപ്പോൾ പേരൻസ് അവിടെ നിയമങ്ങൾ വെക്കാം. നീ ഇത്ര സമയത്ത് എണീക്കണം, ഇത്ര സമയത്ത് കിടക്കണം, ഇത്ര മണിക്കൂർ പഠിക്കണം, ഇത്ര സമയത്ത് TV കണ്ടാൽ മതി, ഇത്ര സമയത്ത് കളിച്ചാൽ മതി, ഇത്ര സമയത്ത് ചാറ്റ് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള നിയമങ്ങൾ നമ്മൾ മനുഷ്യർക്ക് ആവശ്യം വരുന്ന സന്ദർഭത്തിൽ മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അടുത്ത പോയിന്റ്, the state is sovereign, so no sovereignty means no state. The society is not sovereign, it is exist without being sovereign. എന്താ ഇവിടെ പറയുന്നത്? സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു സോവറിനാണ്, കാരണം പരമാധികാരമുള്ള ഒന്നാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതേസമയം സൊസൈറ്റി എന്ന് പറയുന്നതോ, അവിടെ ഒരു സോവറിൻ്റെ ആവശ്യമുണ്ടോ? ദ സ്റ്റേറ്റ് ഈസ് സോവറിൻ, നോ സോവറിനിറ്റി മീൻസ് നോ സ്റ്റേറ്റ്. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? സ്റ്റേറ്റ് ഈസ് സോവറിൻ, അതായത് രാഷ്ട്രം ഒരിക്കലും ഒരു സ്റ്റേറ്റ് ഒരിക്കലും ഇതിൽപ്പെട്ടതല്ല. പരമാധികാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരമാധികാരം എന്ന് പറയുന്നത്. സോവറിൻ എന്ന് പറഞ്ഞാൽ പരമാധികാരമാണ്. അപ്പം സ്റ്റേറ്റ് എപ്പോഴും ഒരു പരമാധികാരത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പക്ഷേ സൊസൈറ്റി ഒരിക്കലും ഒരു പരമാധികാരത്തിൻ്റെ അണ്ടറിലേക്ക് വരുന്നില്ല, കാരണം അവിടെ പരമാധികാരത്തിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. കാരണം അതൊരു സ്ഥാപനമല്ല, സമൂഹമായിട്ട് ഒരു കണക്കിൽ വെച്ചിട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥാപനം അല്ല സൊസൈറ്റി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ദ സ്റ്റേറ്റ് ഹാസ് ടു ഹാവ് എ ഡെഫിനിറ്റ് ടെറിട്ടറി. എന്താണ്? സ്റ്റേറ്റിന് എന്തുണ്ട്? കൃത്യമായിട്ടൊരു ടെറിട്ടറി ഉണ്ട്. കാരണം ടെറിട്ടറി മീൻസ് അതിരുകൾ, ബോർഡറുകൾ. അപ്പോൾ സ്റ്റേറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ടെറിട്ടറി. The society does have a territory, but its territory is not permanent. Its place of operation may extend or may get limited. എന്താണ് പറയുന്നത്? ഒരു സെക്കൻഡ് മാർക്ക് ചെയ്തിട്ടെന്നാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലോ. അപ്പം സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൃത്യമായിട്ട് അതിരുകളൊക്കെ തിരിച്ചിട്ടുള്ള ഒന്നാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ടൊരു ഭൂപ്രദേശം അല്ലെങ്കിൽ ഒരു അതിരുകൾ തിരിച്ചിട്ട് ഇന്ന ഏരിയ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അറിയാം കേരളത്തിൻ്റെ അതിരുകളെന്ന് പറയുന്നത് എവിടെയാണ്? ഒന്ന് കാസർഗോഡാണ് ഒരു ബോർഡറിൽ വരുന്നത്, ഒന്ന് കന്യാകുമാരിയാണ് മറ്റൊരു ബോർഡർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് അതിരുകൾ അവിടെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരു സ്റ്റേറ്റിനും അതിൻ്റേതായ ഡെഫിനിറ്റ് ടെറിട്ടറി ഉണ്ട്. അതേസമയം സൊസൈറ്റിക്ക് ആരുടെ പെർമനൻ്റ് ആയിട്ട് ടെറിട്ടറികളില്ല. ഒരു പക്ഷേ അത് അൺലിമിറ്റഡ് ആയിട്ട് പോയെന്നിരിക്കാം. ഇപ്പം നിലവിലിപ്പം നമ്മൾ ചെറിയൊരു വില്ലേജ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ റിലീജിയൻ എന്നുള്ള കേസൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ പ്രത്യേകിച്ച് ഒരു റിലീജിയനെ സംബന്ധിച്ച് അവിടെ ടെറിട്ടറി വരുന്നില്ല. കാരണം അത് ഓരോ സാഹചര്യത്തിലും സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ദ സ്റ്റേറ്റ് ഹാസ് ജനറൽ റൂൾസ് ഓഫ് കണ്ടക്ട് കോൾഡ് ദ ലോസ്. എന്താണ്? സ്റ്റേറ്റിന് എന്തുണ്ട്? ലോസ് ഉണ്ട്. സ്റ്റേറ്റ് ഹാസ് ജനറൽ ലോസ്, നിയമങ്ങളുണ്ട്. അതേസമയം ദ സൊസൈറ്റി ടു ഹാസ് ജനറൽ റൂൾസ് ഓഫ് കണ്ടക്ട്, ബട്ട് ദേ ആർ കോൾഡ് റിച്വൽസ്, നോംസ്, ഹാബിറ്റ്സ് ആൻഡ് ദ ലൈക്ക്. എന്താണ്? ഒരു സ്റ്റേറ്റ് രാഷ്ട്രത്തെ സംബന്ധിച്ച് അതിന് നിയമങ്ങളുണ്ട്. അതേസമയം സൊസൈറ്റിയെ സംബന്ധിച്ച് അതിന് നിയമങ്ങളില്ല. കാരണം അവരുടെ സ്വാഭാവികമായിട്ട് വരുന്ന അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റ്, നോംസ് ആൻഡ് റൂൾസ് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ നിയമങ്ങൾ പോകുന്നത്. പിന്നെ സ്റ്റേറ്റിൻ്റെ ലോസ് എന്താണ്? സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾ റിട്ടേൺ ആണ്. അതേസമയം സൊസൈറ്റിയുടേത് അൺറിട്ടേൺ ആണ്. കാരണം അവിടെ നമ്മൾ ഇൻഡെഫിനിറ്റ് ആയിട്ട് അറിഞ്ഞ് പ്രവർത്തിച്ച് ചെയ്യുന്ന ഒന്നാണ് സൊസൈറ്റിയുടേത്. അതേസമയം സ്റ്റേറ്റിൻ്റേത് റിട്ടേൺ ആയിട്ടുള്ളതാണ്. സ്റ്റേറ്റിൽ പിന്നെ മറ്റെന്ത് പ്രത്യേകതയുണ്ട്? ദ സ്റ്റേറ്റ് ലോസ് ഹാവ് ബൈൻഡിങ് സെക്ഷൻ. അവിടെ ആ ഒരു ലോസ്, സ്റ്റേറ്റിൻ്റെ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അവിടെ വയലേഷൻ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ഉറപ്പാണ്. അപ്പം നമ്മൾ ലോ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അവിടെ പണിഷ്മെൻറ്റ് ഉറപ്പാണ്. അതേസമയം സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് വോളണ്ടറി കോപ്പറേഷനാണ്. എന്താണ്? വോളണ്ടറി കോപ്പറേഷനാണ്. ആൻഡ് ഇറ്റ് ഈസ്
ആൻഡ് ഇറ്റ്സ് പവർ ഈസ് ഗുഡ് വിൽ ആൻഡ് ഇറ്റ്സ് മെത്തേഡ് ഈസ് ഫ്ലെക്സിബിലിറ്റി. കാരണം അവിടെ നിയമങ്ങളില്ല, നിയമങ്ങളനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് പ്രവർത്തിക്കും. അതിനോട് വയലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്വതന്ത്ര സഹകരണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്നതിൻ്റെ അകത്തുള്ളത്. അടുത്ത ഹെഡിങ് സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷൻ ആണ്. അതർ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ അസോസിയേഷൻ ഈസ് എ is an organized group of people which seeks to achieve some specific objective through joint efforts. എന്താണ് അസോസിയേഷൻ എന്ന് പറയുന്നത്? അവിടെ അസോസിയേഷൻ എന്ന് പറയുന്ന ഇവിടെ 3 ഫീച്ചേഴ്സും പറയുന്നുണ്ട്. അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂട്ടം ആൾക്കാരുടെ എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അവർ ഒന്നിച്ചു കൂടുന്ന ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ ഒരു സംഘടനയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത്. അസോസിയേഷൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? 3 സവിശേഷതകൾ, 3 ഫീച്ചേഴ്സാണുള്ളത്. ഓർഗനൈസേഷൻ ഓഫ് ദ പീപ്പിൾ, ജനങ്ങൾ, അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന ജനങ്ങൾ. സം കോമൺ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്, അവർ ആ ഉൾക്കൊള്ളുന്ന ഒരു കോമൺ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കൂടിയേക്കുന്നത് അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും വ്യക്തമായിട്ട് ലക്ഷ്യങ്ങളോട് കൂടിയിട്ടായിരിക്കാം ഒരു ഗ്രൂപ്പ് കൂടുന്നത്. പിന്നെ ഒരു കൂട്ടായ പരിശ്രമം, ജോയിൻ്റ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂടി ഒന്നിച്ച് പരിശ്രമിക്കുന്നത്. അല്ലാണ്ട് നീ പോയി ചെയ്തോ ഞാൻ പോയി ഇവിടെ വെയിറ്റ് ചെയ്യാന്നുള്ള ആ രീതിയിലല്ല. ഒരു അസോസിയേഷൻ ആകുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ഒന്നിച്ച് നിന്ന് അവരുടെ ഒരു പർട്ടിക്കുലർ ഗോൾ അല്ലെങ്കിൽ അതൊന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ കൂട്ടായിട്ട് പരിശ്രമിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെയും ഡിഫറൻസ് ബിറ്റ്വീൻ അസോസിയേഷൻ ആൻഡ് സ്റ്റേറ്റ് ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അസോസിയേഷനും സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ ഇവിടെ ഫാമിലി ഈസ് ആൻ അസോസിയേഷൻ. അതായത് നമ്മുടെ ഫാമിലി, കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു അസോസിയേഷൻ ഉദാഹരണമാണ്. ഇനി എന്തൊക്കെ ഡിഫറൻസുകളുണ്ടെന്ന് നോക്കാം. ഓൾ ദ അസോസിയേഷൻ ഇൻക്ലൂഡിങ് ഈവൻ ദ സ്റ്റേറ്റ് കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ. എന്താണ്? ഒരു അസോസിയേഷനാണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും അവിടെ എന്ത് വേണം? ആൾക്കാർ വേണം. ബട്ട് വൈൽ ദ മെമ്പർഷിപ്പ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് കമ്പൽസറി. പക്ഷേ സമൂഹത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ മെമ്പർഷിപ്പ് അത്യാവശ്യമാണ്. ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് രാഷ്ട്രങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ. ദാറ്റ് ഓഫ് ദ അതർ അസോസിയേഷൻ ഈസ് വോളണ്ടറി. അതേസമയം അസോസിയേഷൻ്റെ അകത്ത് മെമ്പർഷിപ്പ് വേണമെന്നുള്ളത് വോളണ്ടറി ആണ്. അത് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എ പേഴ്സൺ ഹാസ് ടു ബി എ മെമ്പർ ഓഫ് എ സ്റ്റേറ്റ്. നോ പേഴ്സൺ ആസ് ഹി ബോൺസ് ബിക്കംസ് അഡൽട്ട് ഈസ് മെമ്പർ ഓഫ് 2 സ്റ്റേറ്റ്സ്. ഇതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ മെമ്പർ, ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ മെമ്പർ ആയിരിക്കാൻ പറ്റും. അതേസമയം പിന്നെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിന് മെമ്പർ ആവാൻ സാധിക്കത്തില്ല. അതേസമയം അസോസിയേഷനോ എത്ര അസോസിയേഷൻ്റെ വേണമെങ്കിലും മെമ്പർ ആവാൻ സാധിക്കുന്നതാണ്. അതാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. ഒന്ന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ മെമ്പർഷിപ്പ് വേണമെന്നുള്ളത് കമ്പൽസറിയാണ്. പക്ഷെ അത് ഒന്നേ ആവാൻ പാടുള്ളൂ, ഒന്നിൽ കൂടുതലാവാൻ പാടില്ല. അതേസമയം അസോസിയേഷൻ എത്ര വേണമെങ്കിലും ആവാമെന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ, എ പേഴ്സൺ ഈസ് എ മെമ്പർ ഓഫ് 1 സ്റ്റേറ്റ് അറ്റ് 1 ടൈം. എന്താണ്? ഒരു പേഴ്സണ് ഒരു സ്റ്റേറ്റിൻ്റെ മെമ്പറാവാൻ ഒറ്റ പ്രാവശ്യമുള്ള മെമ്പറാവാൻ സാധിക്കുള്ളൂ. He or she cannot be a member of 2 or 3 states at the same time, but a person may be a member of numerous associations of the same time. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പോയിന്റിലും പറഞ്ഞത്. കാരണം ഒരു വ്യക്തിക്ക് ഒരു മെമ്പറാവാൻ ഒരു രാഷ്ട്രത്തിൻ്റെ മെമ്പറാവാൻ സാധിക്കും, ഒന്നിൽ കൂടുതലാവാൻ സാധിക്കില്ല. അതേസമയം അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് ഒന്നേ വരാൻ പാടുള്ളൂ എന്നാണ്. ഫസ്റ്റിലത്തെ പോയിൻ്റകത്ത് പറയുന്നത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം പൗരത്വം അംഗത്വം നിർബന്ധമാണ്. അതേസമയം അസോസിയേഷൻ്റെ അംഗത്വം അത്ര നിർബന്ധമുള്ളതല്ല. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഓൾ association functions on territory, but while for a state as an association, territory has to be definite. The other association do not have permanent territory. അതായത് നമുക്കൊരു രാഷ്ട്രമായിരിക്കുമ്പോൾ അതിന് നിശ്ചിത ഭൂപ്രദേശം അല്ലെങ്കിൽ നിശ്ചിത പരിധിയുണ്ട്.
അതിരുകളുണ്ട്. അതേസമയം അസോസിയേഷനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അതിരുകൾ അവിടെ വരുന്നില്ല. അവർ ഏതൊക്കെ അസോസിയേഷനിൽ വേൾഡ് വൈഡ് കിടക്കുന്ന ഏതൊക്കെ അസോസിയേഷനാണോ അതിൻ്റെ അണ്ടറിൽ അവർ വരുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഭൂപ്രദേശങ്ങളുടെ പരിധികളോ അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. അടുത്ത 4ാമത്തെ പോയിന്റിൽ പറയുന്നത് ഓൾ അസോസിയേഷൻ ഇൻക്ലൂഡിംഗ് ദ സ്റ്റേറ്റ് all association including the state exist to perform and achieve certain ends, while for the state the purpose is always general. എന്താണ് ഒരു അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം പറഞ്ഞു അസോസിയേഷൻ്റെ എയിം എന്താണെന്ന് പറഞ്ഞല്ലേ. ഒരു പർട്ടിക്കുലർ എയിമിന് വേണ്ടിയിട്ട് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരൊരു സൊസൈറ്റി രൂപീകരിക്കുന്നത്. അതേസമയം ആ ഒരു എയിമിന് വേണ്ടിയിട്ടായിരിക്കും അവരവിടെ വർക്ക് ചെയ്യുന്നത്. അതേസമയം സ്റ്റേറ്റിന് പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ എയിമിന് വേണ്ടിയിട്ടല്ല, ഒരു രാഷ്ട്രത്തിനെ മുഴുവൻ സംബന്ധിച്ച് ഇതിന് വേണ്ടിയിട്ടാണ് അവർ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. അവിടെ പ്രത്യേകിച്ച് എയിമുകളല്ല വരുന്നത്. മൊത്തത്തിൽ വിശാലമായ ലക്ഷ്യമാണ് രാഷ്ട്രത്തെ സംബന്ധിച്ച് മുൻനിർത്തി നിൽക്കുന്നത്. നെക്സ്റ്റ്, ദ ക്യാരക്ടർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് നാഷണൽ. സ്റ്റേറ്റിൻ്റെ രാഷ്ട്രത്തെ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്റ്റേറ്റിൻ്റെ ക്യാരക്ടർ നിൽക്കുന്നത്. അതേസമയത്ത് ക്യാരക്ടർ ഓഫ് അതർ അസോസിയേഷൻ മേ ബി ലോക്കൽ, പ്രൊവിൻഷ്യൽ, നാഷണൽ ഓർ ഈവൻ ഇൻ്റർനാഷണൽ. അതായത് ഒരു രാഷ്ട്രത്തിന് ദേശീയ സ്വഭാവമായിരിക്കും ഉണ്ടാവുന്നത്. കാരണം ഒരു രാഷ്ട്രത്തെ പ്രതിനിധാനം ചെയ്തിട്ടാണല്ലോ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോകുന്നത്. അതേസമയം ഒരു അസോസിയേഷനെ സംബന്ധിച്ച് അവിടെ ഒന്നല്ലെങ്കിൽ ലോക്കലായിരിക്കാം, അല്ലെങ്കിൽ പ്രൊവിൻഷ്യലായിരിക്കാം, അല്ലെങ്കിൽ നാഷണലായിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലായിരിക്കും. ഏത് ടൈപ്പ് ഓഫ് അസോസിയേഷനെയാണ് അവർ ഉൾക്കൊള്ളുന്നത് അതിനനുസരിച്ചിട്ട് അവിടെ ക്യാരക്ടർ ബേസ് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അടുത്തത്, ദ അതർ associations differ from the state in so far as they are not sovereigns, while the state is. The other association may be and actually always are autonomous, but they have to do work within the rules of the state. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്, രാഷ്ട്രത്തിന് നമ്മൾ പറഞ്ഞ സോവറിനിറ്റി ഉള്ളതുകൊണ്ട്, പരമാധികാരം ഉള്ളതുകൊണ്ട് എല്ലാ സംഘടനകളുടെയും മേലെ രാഷ്ട്രത്തിന് അധികാരമുണ്ടായിരിക്കും. പക്ഷേ സംഘടനകൾക്ക് അങ്ങനെ രാഷ്ട്രത്തിൻ്റെ മേലെ അധികാരങ്ങൾ വയ്ക്കാൻ സാധിക്കില്ല. രാഷ്ട്രങ്ങളിൽ നിന്ന് സംഘടനകൾ സ്വതന്ത്രമായിരിക്കും. ലാസ്റ്റ് പോയിന്റ്, ദ വയലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ലോസ്. Violation of the state laws is accompanied by punishment like imprisonment. No other association has the power of punishment its members physically. ഇവിടെ എന്താണ് പറയുന്നത്, ഒരു ലോസ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പണിഷ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. അത് രാഷ്ട്രത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്റ്റേറ്റിനെ സംബന്ധിച്ച് അവിടെ പണിഷ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അത് അസോസിയേഷനെ സംബന്ധിച്ച് ഫിസിക്കലി അവർക്ക് അവരുടെ ആ റൂൾസ് ആൻഡ് റെഗുലേഷനുള്ളിൽ നിന്നിട്ടുള്ള പണിഷ്മെൻറ്റുകളൊക്കെ സാധ്യമാണ്. ഇത്രയും പോയിന്റുകളാണ് ഏതിനെ ബേസ് ചെയ്തിട്ടുള്ളത്, സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. അടുത്ത പോയിന്റ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് ആണ്. ദിസ് ഏജൻസി ത്രൂ വിച്ച് ലോസ് ആർ മെയ്ഡ്. എന്താണ്, ഒരു ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ കൃത്യമായിട്ട് ഏജൻസി ത്രൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ വയലേറ്റ് ചെയ്താൽ പണിഷ്മെൻ്റ് ഉണ്ടാവും. അതിൻ്റെ പരമോന്നത അധികാരം സ്റ്റേറ്റ് ഇറ്റ്സെൽഫ് ഹാസ് ദ അതോറിറ്റി. അപ്പം നമുക്കിവിടെ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് നോക്കാം. The state has authority inherent on itself, whereas the government has inherent powers. എന്താണ്, സ്റ്റേറ്റിന് എന്തുണ്ടെന്നാണ് പറയുന്നത്, സ്റ്റേറ്റിന് അതിൻ്റേതായ, അതായത് സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന നിയമങ്ങൾ അതിന് ബാധകമാണ്. അതേസമയം ഇവിടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഏജൻസി, ഗവൺമെൻറ്റിനെ ഒരു ഏജൻസി ആയിട്ടാണ് ഇവിടെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സെക്കൻഡ് പോയിന്റിൽ, ദ സ്റ്റേറ്റ് ഈസ് എ ലാർജർ എൻറ്റിറ്റി ദാറ്റ് ഇൻക്ലൂഡ്സ് ദ സിറ്റിസൺസ്, ദ ഗവൺമെൻറ് റിലേറ്റീവ്സ് എ സ്മോളർ യൂണിറ്റ്സ് ദാറ്റ് ഇൻക്ലൂഡ്സ് ബട്ട് ഓൺലി ദോസ് ഹു ആർ എംപ്ലോയ്ഡ് ടു പെർഫോം ഫങ്ഷൻസ്. ഇവിടെ എന്താണ് പറഞ്ഞത്, ഒരു സർക്കാരിന് അതിൻ്റെ ഘടനയും അധികാരവും പ്രദാനം ചെയ്യുന്ന രാഷ്ട്രത്തിൻ്റെ
ഭരണഘടനയാണ്. അപ്പം അതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അടുത്തത്, ദ സ്റ്റേറ്റ് ഈസ് നിയർ പെർമനൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് sovereign powers lay with the state. Sovereign powers lay with the state. It is the state which is sovereign. The government only exercise power. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു സ്റ്റേറ്റിൻ്റെ പരമാധികാരം ഉപയോഗിക്കാൻ കഴിയുന്ന ഏജൻസി മാത്രമാണ്, അതിൻ്റെ അധികാരം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഏജൻസി മാത്രമാണ് സർക്കാർ എന്ന് പറയുന്നത്. Next, the opposition of the state is different from the opposition of the government. We criticize the government. We never condemn the state. അപ്പം നമുക്ക് ഒരിക്കലും ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിനെ ഒരിക്കലും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നമ്മൾ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യില്ല. അത് ഭരിക്കുന്നവരെയാണ് നമ്മളിപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് രാഷ്ട്രത്തിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അധികാരമൊന്നും ഒരു ജനങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. അടുത്തത്, ഗവൺമെൻറ് ഈസ് മിയർലി ആൻ എലമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്. അക്കോർഡിംഗ്ലി ഇറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എലമെൻ്റ്, ഒരു ഘടകം മാത്രമാണ്, രാഷ്ട്രത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ്. ജനങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സംവിധാനം മാത്രമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സംവിധാനം മാത്രമാണ് ഗവൺമെൻറ് എന്ന് പറയാം. And the last point, the state is territory is always definite. സ്റ്റേറ്റിൻ്റെ ടെറിട്ടറി നമ്മൾ ആദ്യം തൊട്ടുള്ള പോയിന്റ് പറഞ്ഞാൽ അവിടെ അതിരുകൾ ഡെഫിനിറ്റ് ഇതിലുള്ളതാണ്, അത് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. അതേസമയം ഇറ്റ്സ് ബൗണ്ടറീസ് റിമെയിൻ വേർ ദേ ആർ. ദ ഗവൺമെൻറ്റ്സ് ടെറിട്ടറി ഈസ് നെവർ പെർമനൻറ്റ്. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ എന്ന് പറയുന്നത് അസ്ഥിരമാണ്, അത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കാം. അതേസമയം രാഷ്ട്രത്തിൻ്റെ പ്രദേശങ്ങൾക്ക് തമ്മിൽ ഓരോ ഗവൺമെൻറ് വരുന്നതനുസരിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഏതൊക്കെ തമ്മിലുള്ളത്, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്നുള്ള ഇതിൻ്റെ അകത്തുള്ളത്. അടുത്തത് സ്റ്റേറ്റ് ആൻഡ് നേഷനാണ്. ഇതേ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റേറ്റ് ആൻഡ് നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അതിൻ്റെ അകത്ത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. ഇവിടെ അതിൻ്റെ സ്റ്റേറ്റും നേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നതാണ്. എക്സ്പ്ലെയിൻ ചെയ്യാത്ത വേറൊന്നുകൊണ്ടല്ല, ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത് കൊണ്ട് തന്നെയാണ്.